ഇതൊന്നും ഇല്ലാതെ നമ്മുടെ എനർജി കൊണ്ട് തന്നെ സ്കിൻ സാഗിങ്സ് തന്നെയല്ല നമ്മുടെ ബോഡി പാർട്ട് പോലും നമുക്ക് റെജുനേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് എടുക്കാം. ജിമ്മിലൊക്കെ പോകുന്ന നല്ല വണ്ണുണ്ടോ കൈ അതൊക്കെ മാറ്റാൻ പറ്റും. അതാ ഞാൻ ചോദിച്ചത്. ആ സാഗിങ് ഒക്കെ മാറ്റാം. കാര്യം ഒറ്റ ടൈം എടുത്തിട്ട് നമ്മുടെ സ്കിന്നൊക്കെ അടിപൊളി 16-21 ഞാൻ പറയുന്നത്. ഇതൊരു പ്രോസസ്സാണ്. ഓക്കെ, എന്തായാലും 10 to 15 അല്ലെങ്കിൽ 20-25 ചില ആൾക്ക് റിലേഷൻഷിപ്പിലായിരിക്കും സ്ട്രഗിൾ, ചില ആൾക്ക് ജോബിലുള്ള ഡിഫിക്കൽട്ടീസ് ആയിരിക്കും. ഓക്കെ, സോ ആരാണ് ആക്സിസ് ബാർ പഠിച്ചെടുക്കുന്നത് വെച്ചാൽ എല്ലാവരും പഠിച്ചെടുത്ത ഏറ്റവും ബെസ്റ്റ്. കാരണം ഈ ആക്സിസ് ബാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഏരിയയിലും സൊല്യൂഷൻ. അതായത് മണി ഫ്ലോ, സ്ട്രെസ്, സ്ലീപ്പ്, ഉറക്കമില്ലായ്മ, ഇതിനൊക്കെ ഉള്ള കംപ്ലീറ്റ് സൊല്യൂഷൻ. എനിക്കത് മനസ്സിലാവാത്തൊരു കാര്യം, ഉറക്കം ഓക്കെ, സ്ട്രെസ് ഓക്കെ, മണി ഫ്ലോ എങ്ങനെ? ഓക്കെ, ശരിക്കും ഒരാളുടെ ലൈഫിലേക്ക് മണി എന്തുകൊണ്ട് വരാത്തെ? അവനൊരു 25-23 വയസ്സൊക്കെ എത്തുമ്പോഴത്തേനും പൈസയുടെ ആവശ്യകത കൂടും. ജോലിക്ക് പോകുന്നു, പൈസ കൈ നിൽക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? അന്ന് അക്യൂമുലേറ്റ് ചെയ്ത സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ സംഭവം. നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. അബാക് മീഡിയയിൽ ഇന്ന് അതിഥി ദിവ്യ നായരാണ്. ആക്സിസ് ബാർ കൺസൾട്ടന്റും ഫേസ് ലിഫ്റ്റ് പ്രാക്ടീഷണറുമായ ദിവ്യ നായർ. നമസ്തേ. നമസ്കാരം. ഒരു തവണ അബാക് മീഡിയയിൽ വന്നുപോയി, അന്ന് നമ്മൾ തമ്മിൽ കാണാൻ പറ്റിയില്ല. രാഹുലാണ് ഇൻ്റർവ്യൂ എടുത്തത്. സത്യത്തിൽ ഈ ആക്സിസ് ബാറുമായി ബന്ധപ്പെട്ട ഇൻ്റർവ്യൂകൾ വേറെ എടുത്തിട്ടുണ്ട്, പക്ഷെ ഒരു ഫേസ് ലിഫ്റ്റ് പ്രാക്ടീഷണർ. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാവും, എന്താണ് ഈ ഫേസ് ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത്? ഓക്കെ, ഇത് ആക്സിസ് കോൺഷ്യസിൻ്റെ പാർട്ട് തന്നെയാണ് ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആക്സിസ് കോൺഷ്യസിൻ്റെ പാർട്ടാണ് ആക്സിസ് ബാറും ഫേസ് ലിഫ്റ്റും എല്ലാം. അപ്പോൾ ഈ ഫേസ് ലിഫ്റ്റ് മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ സാഗിങ്സ്, നമുക്കൊരു ഏജ് ആകുമ്പോൾ സ്കിന്ന് സാഗാവും, ബോഡി പാർട്സ് സാഗാവും. ഈ സാഗിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ എനർജി ലെവൽ, ജഡ്ജ്മെൻറ്റ്, ഇതിനൊക്കെ ഇൻക്രീസ് ചെയ്യാനും, ഈ ജഡ്ജ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യണം, ജഡ്ജ്മെൻറ്റ് ഡിക്രീസ് ചെയ്തുകൊണ്ട് നമ്മുടെ എനർജി ലെവലിനെ ഇൻക്രീസ് ചെയ്യാനും യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ടൂള്, ഫേസ് ലിഫ്റ്റിംഗ് ടൂള്. അല്ല, അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്ക് സംശയം, പ്രായമാകുമ്പോൾ സാധാരണഗതിയിൽ തൊലി ഇങ്ങനെ ചാടാൻ തുടങ്ങും. പ്രത്യേകിച്ച് ഇച്ചിരി ചബ്ബിയായിട്ടൊക്കെ ഉള്ള ആളുകളായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് വലിയ രീതിയിലുണ്ടാകും. അപ്പോൾ ഇത് മോഡേൺ മെഡിസിനിൽ അതിന് ഇഞ്ചക്ഷനുകൾ, സർജറികൾ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു എനർജി പ്രോഗ്രാമിലൂടെ മാറ്റിയെടുക്കാമെന്ന് പറയുമ്പോൾ അതിന്മേലുള്ള വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നില്ലേ? ഉറപ്പായിട്ടും എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർക്ക് എത്രത്തോളം ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതില്ല. മീൻസ് എക്സ്പീരിയൻസ് ചെയ്യാതെ കേൾക്കാത്ത, കാരണം ഇതത്ര ഫെമിലിയർ അല്ലാത്തതുകൊണ്ട് മജോറിറ്റി ഓഫ് പീപ്പിളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ എനർജി കൊണ്ട് തന്നെ ഒരു ഇൻവേഴ്സീവ് പ്രൊസീജർ, താങ്കൾ പറഞ്ഞ ഇൻവേഴ്സീവ് പ്രൊസീജിയേഴ്സ് ലൈക്ക് ഓപ്പറേഷൻസ് ഉണ്ട്, ബോട്ടക്സ് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, ഇഞ്ചക്ഷൻ എടുത്ത് ചെയ്യുന്നതൊക്കെ. ഇപ്പോൾ ഇതൊന്നും ഇല്ലാതെ നമ്മുടെ എനർജി കൊണ്ട് തന്നെ സ്കിൻ സാഗിങ്സ് തന്നെയല്ല, നമ്മുടെ ബോഡി പാർട്ട് പോലും നമുക്ക് റെജുനേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും. വണ്ണം കുറയ്ക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മൈൻഡ് പോലെ ഇരിക്കും കേട്ടോ. പക്ഷെ അതിനേക്കാളൊക്കെ നല്ല നമ്മൾ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന സ്കിൻ സാഗിങ്സ്. മെഡിറ്റേഷൻ ചെയ്യുന്നവർ പറയാറുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസവും തസ്മൈ ഗുരുജി എത്തിയപ്പോൾ ഇന്റർവ്യൂവിൽ എത്തുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, ഇവരെ വണ്ണം ഭയങ്കരമായിട്ട് കൂടുന്നു, മെഡിറ്റേഷൻ ചെയ്യും, വണ്ണം കുറച്ച് തരാം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ആർക്കും നമ്മുടെ വണ്ണത്തെ ചോദ്യം ചെയ്യാൻ അവകാശമില്ല എന്നുള്ള ആളാണ് ഞാൻ. അത് ബോഡി ഷേവിംഗ് ആണ്, സ്ത്രീകളോടൊന്നും മാത്രമല്ല ആണുങ്ങളോട് എന്തൊരു വണ്ണമാണെന്ന് പറയരുത് എന്നുള്ളൊരു ഇതിലാണ്. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ഈ ഫേസ് ലിഫ്റ്റിംഗ് എന്ന് പറയുന്ന ഇത് ഈ ദിവ്യ നായരുടെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ എത്ര പേർക്ക് ചെയ്ത് സക്സസ് ആയിട്ടുണ്ട്? ഫേസ് ലിഫ്റ്റ് ഞാൻ എന്നെ തന്നെ പറയാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു കോവിഡ് ടൈം കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വണ്ണം, ആദ്യം വണ്ണമൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ ഭയങ്കരമായിട്ട് വണ്ണം വെച്ചിട്ട് സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് സാഗാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിലൊക്കെ ഞാൻ യൂസ് ചെയ്തത്, അതായത് ഞാൻ ഈ പഠിച്ചതിന് ശേഷം ഞാൻ ഈ കാര്യം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറേ മാറ്റങ്ങൾ വന്നിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയിലൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. ഇത് സ്വയം ചെയ്യാണോ, പഠിപ്പിച്ചു കൊടുത്തിട്ട് സ്വയം ചെയ്യാണോ? തന്നെ ചെയ്യാൻ പറ്റും, പഠിച്ച് കൊടുക്കുകയും ചെയ്യാൻ പറ്റും. ശരിക്കും ഞാൻ ഇത് ചെയ്യുന്നത് നമുക്ക് ടച്ച് ചെയ്തും ചെയ്യാൻ പറ്റും, ടച്ച് ചെയ്യാതെയും ചെയ്യാൻ പറ്റും. ബോഡിക്ക് എപ്പോഴും ടച്ച് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ എല്ലാവരും മീൻസ് ആക്സസ് പ്രൊമോട്ട് ചെയ്യുന്ന ടച്ച് ചെയ്ത് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ നമുക്ക് ഒരാൾ ഉറങ്ങുമെന്ന് വിചാരിക്കാം, അപ്പോൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാതൊക്കെ നമുക്ക് ടച്ച് ചെയ്യാതെയും ഈ ഫേസ് ലിഫ്റ്റ് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരുപാട് സാഗായ സ്കിന്നിലും ഇത് വർക്കൗട്ട് ആവുമോ? ഒരുപാട് ഇപ്പം നമ്മൾ സാഗായ സ്കിൻ എന്ന് പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു 40 അല്ലെങ്കിൽ ഒരു 45 ആകുമ്പോൾ തന്നെ നോർമലി അല്ലെങ്കിൽ 35 ആകുമ്പോൾ സ്കിൻ സ്പെഷ്യൽ ലേഡീസിന് സാഗ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. അപ്പം നമ്മൾ ലേഡീസ് എപ്പോഴും എന്ത് ചെയ്യും, ബോട്ടക്സ് പോലെ ട്രീറ്റ്മെൻറ്റ്സിലേക്ക് പ്രിഫറൻസ് കൊടുക്കും. ആ ടൈമിൽ ഒരു 20-25 ടൈംസ് ഒരു ഫേസ് ലിഫ്റ്റിൻ്റെ എനർജി ഹീലിംഗ് എടുക്കുവാണെങ്കിൽ തന്നെ ആ സാഗിങ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഭയങ്കര റെജുവിനേഷൻ ഫേസിൽ
ഫീൽ ചെയ്യും. ഇത് എനർജി പാസ് ചെയ്യണോ? അത് എനർജി പാസ് ചെയ്യണം. എന്നിലൊന്ന് പരീക്ഷിക്കാമോ? ഓഫ് കോഴ്സ് ചെയ്യാം. ഓക്കെ. എന്താണ് താങ്കൾക്ക് തോന്നിയത്? ഞാൻ കുറച്ച് സമയം തന്നുള്ളൂ, പക്ഷേ എങ്കിൽ പോലും എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അല്ല, സംതിങ് എന്തോ ഒരു എനർജി പാസ് ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു മുകളിലേക്ക് ഞാൻ വലിയതായിട്ട് ഫീൽ ചെയ്യുന്നു. ഓക്കെ, ഇതായിരിക്കും നമ്മളൊരു 91 അത് 60 to 90 തുടങ്ങിയത് അറിഞ്ഞില്ല. പെട്ടെന്ന് കോഡ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുറകെ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്തതാണല്ലോ. അതെ, ശരിക്കും നമുക്കിത് ടച്ച് ചെയ്യാതെയും ചെയ്യാൻ പറ്റും. പക്ഷേ ആക്സസ് എപ്പോഴും പറയുന്നത് ടച്ച് ചെയ്ത് ചെയ്യാനാണ്. കാരണം വെച്ചാൽ ബോഡിക്ക് ടച്ച് ചെയ്യുന്നതായിരിക്കും ഭയങ്കര ഇഷ്ടം. ഇപ്പം നമ്മൾ ടച്ച് ചെയ്യാതെ ചെയ്താൽ പോലും നമുക്ക് എനർജി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ആക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും എനർജി ഫ്ലോ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് കുറേ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഓക്കെ, സോ മറ്ററാണ് നോ മറ്ററാണ് അങ്ങനെ പറഞ്ഞ കുറേ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. ഇല്ല, ഒരു ബന്ധവും. റേക്കിയും ഒരു ഇങ്ങനെ ഒരു ഡിസ്റ്റന്റ് ഹീലിംഗ് പരിപാടിയാണ്. ഓക്കെ, പക്ഷേ ഇവിടെ ആക്സസിൽ അതുമായിട്ടൊന്നും ബന്ധമില്ല. കാരണം ഇത് സ്പിരിച്വൽ, റേക്കി കുറച്ചുകൂടി സ്പിരിച്വൽ ആയിട്ട് കണക്ട് ചെയ്ത് ചെയ്യാൻ തോന്നുന്നു. ആക്സസ് ഒരിക്കലും സ്പിരിച്വൽ ആയിട്ട് കണക്ട് ചെയ്തല്ല. അപ്പോൾ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. അപ്പോൾ നമ്മൾ ഈ എനർജി വെച്ച് ഹീൽ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഉള്ളിലുള്ളത് നെഗറ്റീവോ പോസിറ്റീവ് എനർജി ആണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ഇല്ല, അതാണ് ആക്സസിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, അതായത് നമ്മൾക്ക് ഒരിക്കലും വേറെ ആളുടെ നെഗറ്റീവ് എനർജിയോ അല്ലെങ്കിൽ അവരുടെ കർമ്മയോ കാര്യങ്ങളൊന്നും ആക്സിൽ വരത്തില്ല. അത് എനർജി ഫ്ലോ, കാരണം എൻ്റെ കയ്യിൽ നന്നായിട്ട് എനർജി ഫ്ലോ വരും. ഇവിടെ നമ്മൾ യൂണിവേഴ്സൽ എനർജി നമ്മളിലേക്ക് എനർജി വന്നിട്ട് നമ്മൾ ഇത് ചെയ്യുന്ന മുമ്പ് തൈമസ് എക്സസൈസ് ചെയ്യുന്നത്. തൈമസ് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സൽ എനർജി നമ്മുടെ ശരീരത്തിലൂടെ പാസ് ചെയ്ത് ഭൂമിയിലേക്ക്, ഇവിടെ ഭൂമി എന്നുള്ള എനർജി നമ്മൾ ക്ലെൻസിങ് പ്രോസസ് ഒരു കാര്യം ചെയ്യും. സോ അപ്പം പിന്നെ നമ്മൾ ഈ ഒരു എനർജി നമ്മളോട് വന്നിട്ടാണല്ലോ എനർജി പോകുന്നത്. ആ എനർജി നമ്മളിലേക്ക് വരുന്നതുകൊണ്ടാണ് കൈ വിറയ്ക്കുന്നത്. എൻ്റെ കൈ ഭയങ്കരമായിട്ട് വിറച്ചു. അത് പലർക്കും ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഓക്കെ, എനിക്ക് കൈ വരയ്ക്കുന്ന ഫസ്റ്റ് ടൈമാണ് കേട്ടോ. കാരണം എനിക്ക് എനർജി ഫ്ലോ നന്നായിട്ട് വരും. പക്ഷെ ഇവിടെ എനിക്ക് ഭയങ്കര എൻ്റെ കൈ എനർജി ഫ്ലോ അല്ല, അങ്ങനെ ഒരു സംഭവമില്ല, അങ്ങനെ ഒരു കാര്യമേ ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ഇതിന് നെഗറ്റീവ് പോസിറ്റീവ് ഒന്നുമില്ല. കാരണം ഇത് ആകെപ്പാടെ ആക്സസ് ചെയ്യുന്ന പ്രോസസ്സ് എന്താ പറയുന്നത്, നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുറേ അൺവാണ്ടഡ് തോട്ട്സും കാര്യങ്ങളെല്ലാം ലിമിറ്റഡ് ബിലീവ്സിനൊക്കെ ക്ലിയർ ചെയ്ത് വിടുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് കുറച്ച് ടൈറ്റൻ ചെയ്തിട്ട് നമ്മൾ ഇത് ചെയ്യും, കുറച്ച് റെജുവിനേഷൻ സംഭവിക്കുന്നുള്ളത്. മാത്രമേ സാധ്യമാവുള്ളൂ. അതാ ഞാൻ ആദ്യമേ ചോദിച്ചത്, വണ്ണമുള്ളവർക്ക് വർക്കൗട്ട് ആവും. വണ്ണമുള്ളവർക്ക് വർക്കൗട്ട് ആവുന്ന വെച്ചാൽ വണ്ണമുള്ളവർ ഫേസ് ലിഫ്റ്റ് ആണ് മെയിൻ ആയിട്ടും ചെയ്യുന്നത്. വണ്ണമുള്ളവർക്ക് വർക്കൗട്ട് ആവുന്ന വെച്ചാൽ എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഇല്ല. ചിലരുടെ ജിമ്മിലൊക്കെ പോകുന്ന നല്ല വണ്ണമുള്ളവരാണെങ്കിൽ കൈ തൂക്കും, അതൊക്കെ മാറ്റാൻ പറ്റും. അതാ ഞാൻ ചോദിച്ചത്. ആ സാഗ്യമൊക്കെ മാറ്റാൻ പറ്റും. വയറ് ചാടുക എന്ന് പറയുമ്പോഴത്തേനും ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം പലരുടെയും പല രീതിയിലായിരിക്കും. ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പം പുള്ളിക്കാരി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, വെള്ളം കുടിക്കുമ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ ഫുഡ് കഴിക്കുന്ന അനുസരിച്ച് എൻ്റെ വണ്ണം കുറഞ്ഞു പോകുന്നു പറഞ്ഞ് കഴിച്ചിട്ട് പുള്ളിക്കാരി വെയിറ്റ് കുറച്ച് പുള്ളിക്കാരി വരെയുണ്ട്. മനസ്സിലായി, ഓരോരുത്തർ ബിലീഫ്സ് ആണ്. മനസ്സിലായി. ഇപ്പം അത് ആക്സസിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് വില്ലിങ് ആകാതെ, റിസീവ് വില്ലിങ് ആകാതെ ഈ എനർജി നമ്മളിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നില്ല. ഏകദേശം എത്ര പേർക്ക് ഈ ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും? ഫേസ് ലിഫ്റ്റ് ഞാനൊരു 50 എബോവിലേക്കായിരിക്കും ചെയ്തത്. പരാജയപ്പെട്ട് എത്രണ്ട്? പരാജയം എന്ന് പറഞ്ഞ സംഭവം, പരാജയം ഈ ഒരു കാര്യം ഒറ്റ ടൈം എടുത്തിട്ട് നമ്മുടെ സ്കിന്നൊക്കെ അടിപൊളി 16, 21 തുളുമ്പൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇതൊരു പ്രോസസ്സാണ്. ഓക്കെ, എന്തായാലും 10 to 15 അല്ലെങ്കിൽ 20, 25 ടൈംസ് എങ്കിലും നമ്മൾ ചെയ്തിരിക്കുക. ഡെയിലി ശരിക്കും പഠിച്ചെടുത്ത് ഡെയിലി ചെയ്യേണ്ടതാണെങ്കിൽ കുറച്ചുകൂടി ബെനിഫിറ്റ്. ഇത് അവർക്കൊക്കെ ഒരു വട്ടം ചെയ്തിട്ട് പഠിപ്പിച്ചു കൊടുത്താൽ പിന്നെ അവർ സ്വയം ചെയ്താൽ മതി എന്നാണോ? ഇത് നമുക്ക് ഒരു വട്ടം ചുമ്മാ സാധാരണ ആക്സ് ബാർ ഒക്കെ പഠിക്കുന്ന പോലെ തന്നെ പഠിച്ചെടുക്കേണ്ട കാര്യമാണ് ഫേസ് ലിഫ്റ്റ് എന്നാണ്. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സ്വയമേ ചെയ്യാൻ പറ്റുന്ന. ഞാൻ ചോദിക്കും, ഇപ്പം ദിവ്യ മാഡത്തിന്റെ അടുത്ത് ഒരാൾ ഒരു കൺസൾട്ടേഷൻ വരികയാണ്, ഫേസ് ലിഫ്റ്റിംഗിന് വേണ്ടി വരികയാണെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ? അയാൾക്ക് എത്ര ദിവസമാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത്? ഇന്ന ആക്സസ് ഇത്ര ദിവസം ചെയ്യണമെന്നൊന്നും ആരും കമ്പൽ ചെയ്യുന്നൊന്നുമില്ല. ഓക്കെ, ഇപ്പം നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത് എനിക്ക് എത്ര ദിവസം റിസീവ് ചെയ്യണം എന്നുള്ള കാര്യം. നമ്മൾ അഡ്വൈസ് ചെയ്യും. ഓക്കെ, ചില ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യും എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ അഡ്വൈസ് ചെയ്യും. ഇത്ര ടൈം ചെയ്ത് നമ്മൾ അഡ്വൈസ് ഇത്ര ദിവസം ചെയ്ത് നല്ലതായിരിക്കും നമ്മൾ അഡ്വൈസ് ചെയ്യും. പിന്നെ അവരുടെ വിഷയമാണ് എത്ര പ്രാവശ്യം ചെയ്യണം എന്നുള്ള കാര്യങ്ങളുള്ളത്. എന്തിനാണ് ഒരാൾ ഒരു ആക്സസ് ബാറിന്റെ കൺസൾട്ടേഷൻ എടുക്കേണ്ടത്?
ആക്സസ് ബാറിൻ്റെ കൺസൾട്ടേഷൻ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കും പല ഡിഫറെൻറ്റ് ഏരിയാസിൽ ഇപ്പോൾ താങ്കളുടെ ഏരിയാസിലുള്ള സ്ട്രഗിൾ ആയിരിക്കത്തില്ല വേറെ ഇവിടെ ഇരിക്കും ബാക്കിയുള്ള പലരുടെ കാര്യം ഡിഫറെൻറ്റ് ആയിട്ടുള്ള സ്ട്രഗിളേ ഇല്ല. സ്ട്രഗിൾ അല്ല, ഞാൻ പറഞ്ഞാണ് ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞത്. ഓക്കെ, സോ അങ്ങനെ ആവട്ടെ. സ്ട്രഗിൾ അങ്ങനെ അതെ, ഓക്കെ ഫൈൻ. സോ എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർ മണി എന്നുള്ള ഏരിയയിലായിരിക്കും സ്ട്രഗിൾ ചെയ്യുന്നത്, ചില ആൾക്ക് റിലേഷൻഷിപ്പിലായിരിക്കും സ്ട്രഗിൾ ചെയ്യുന്നത്, ചില ആൾക്ക് ജോബിലുള്ള ഡിഫിക്കൽട്ടീസ് ആയിരിക്കും. ഓക്കെ, സോ ആരാണ് ആക്സസ് ബാർ പഠിച്ചെടുക്കുന്നത് വെച്ചാൽ എല്ലാവരും പഠിച്ചെടുത്ത ഏറ്റവും ബെസ്റ്റ്. കാരണം ഈ ആക്സസ് ബാർ എന്ന് പറയുന്ന ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യത്തിനുള്ള സൊല്യൂഷൻ അല്ല, ഇറ്റ്സ് എ പെർമനൻറ്റ് സൊല്യൂഷൻ ഫോർ എവറി ഏരിയ. അതായത് നമ്മുടെ ഈച്ച് എവറി ഏരിയയിലുള്ള പെർമനൻറ്റ് സൊല്യൂഷനാണ് ഈ ആക്സസ് ബാർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ലൈഫ് ഒരിക്കലും സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഒരു ഇങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള ലൈഫായിരിക്കും. ഓക്കെ, സോ ഒരു ആക്സസ് ബാർ വൺസ് പഠിച്ചു എന്ന് ഓർത്തോണ്ട് അതായത് ലൈഫിലേക്ക് എല്ലാ അടിപൊളിയുള്ള കാര്യങ്ങളും എല്ലാം സംഭവിക്കാം. ഓക്കെ, ആ ഒരു ഡൗണും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ അതുമൂലം ഉണ്ടാകുന്ന സ്ട്രെസ്സിന് റിലീഫ് ആവും ഉറപ്പായിട്ടും. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ ആക്സസ് ബാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഏരിയയിലും സൊല്യൂഷൻ. അതായത് മണി ഫ്ലോ, സ്ട്രെസ്, സ്ലീപ്പ്, ഉറക്കമില്ലായ്മ, ഇതിനൊക്കെ ഉള്ള കംപ്ലീറ്റ് സൊല്യൂഷൻ. എനിക്കത് മനസ്സിലാവാത്തൊരു കാര്യം, ഉറക്കം ഓക്കെ, സ്ട്രെസ് ഓക്കെ, മണി ഫ്ലോ എങ്ങനെ കറക്റ്റ്? ഓക്കെ, അതായത് ഈ ആക്സസ് നമ്മൾ ചെയ്യുന്ന നമ്മുടെ 32 പോയിന്റ്സ് ഉണ്ട്. ഈ 32 പോയിന്റ്സ് എനർജി പോയിന്റ്സ് ആണ്. 32 ഈ 32 പോയിന്റ് എനർജി പോയിന്റ്സ് ആണ്. ഇതിനെയാണ് ബാർ എന്ന് പറയും, പോയിന്റിനാണ് ബാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 32 ബാറിലായിരിക്കും നമ്മുടെ തോട്ട്സും ഫീലിങ്സും ഇമോഷൻസും എല്ലാം അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് മണി, ക്രിയേറ്റിവിറ്റി, അവയർനെസ് പറഞ്ഞ എല്ലാ പോയിന്റ്സ് 32 പോയിന്റ്സ് ഉള്ളൂ. ആ പോയിന്റ് നമ്മൾ ജെന്റിൽ ടച്ച് ചെയ്ത് സ്റ്റേറ്റ്മെന്റ്സ് പറയുമ്പോൾ സംഭവിക്കുന്ന കാര്യം ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി റിലീസാവും ഡിസിപ്പേറ്റ് ചെയ്ത് പോകുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ സ്പേസസ് വരും. ശരിക്കും ഒരാളുടെ ലൈഫിലേക്ക് മണി എന്തുകൊണ്ട് വരാത്തത്? അതായത് ലിമിറ്റഡ് ബിലീഫ്സ് ആയിരിക്കും, മണിയുമായിട്ട് റിലേഷൻഷിപ്പ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിലോ ഈ ലൈഫിലോ ഉള്ള എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ആയിരിക്കും. ലൈക്ക് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു കൊച്ച് ഒക്കെ ജനിച്ച് കുറച്ച് പാസ്റ്റ് ലൈഫ് ഓഫ് കോഴ്സ് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പാസ്റ്റ് ലൈഫ് ഡിഫറെൻറ്റ് ലൈഫിലൂടെയാണ് നമ്മൾ കടന്നു വരുന്ന കാര്യം അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ മണിയെ സംബന്ധം ഒരു എക്സാമ്പിൾ പറയാം. ഒരു കൊച്ചു ജനിച്ചു, എൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ ഭയങ്കര അടിയെന്ന് വിചാരിക്കുക, ഒരു LKG UKG പഠിക്കുന്നത്, മണിയെ കുറിച്ചാണ് വഴക്ക്. അപ്പോൾ ഈ കൊച്ച് വളർന്നു വരുമ്പോൾ ഈ കൊച്ചു ചിന്ത എന്തായിരിക്കും? പൈസ റിലേഷൻഷിപ്പിന് ഇല്ലാണ്ടാക്കും എന്നുള്ള ചിന്ത വരും, അല്ലേ? എന്താണ് പൈസ കാരണമാണ് വഴക്കുണ്ടാകുന്നുള്ള ചിന്ത വരും. അപ്പോൾ ഈ ചിന്തയായിട്ട് കൊച്ചു ജനിച്ച് വളർന്ന് അവനൊരു 25-23 വയസ്സൊക്കെ എത്തുമ്പോഴത്തേനും പൈസയുടെ ആവശ്യകത കൂടും. ജോലിക്ക് പോകുന്ന പൈസ കൈ നിൽക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? അന്ന് അക്യുമുലേറ്റ് ആയ ചിന്ത, സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ സംഭവം അവിടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും പിടിച്ചെടുക്കും. ഓക്കെ, നമുക്ക് വേണ്ടാത്ത എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതവിടെ കിടക്കുവാണ്. ആ ഒരു ലിമിറ്റഡ് ബിലീഫുമായിട്ട് മണിയെക്കുറിച്ചൊരു തെറ്റായ ധാരണയായിട്ട് എങ്ങനെ മണി നമ്മുടെ ലൈഫിലേക്ക് വരും? അപ്പോഴാണ് ആക്സസ് ബാറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞ കാര്യം ക്ലിയർ ചെയ്യാണ്, സബ് കോൺഷ്യസ് മൈൻഡ് ക്ലിയർ ചെയ്യാണ്, അതായത് ബ്രെയിനെ റീവെയർ ചെയ്യുകയാണ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം ആ സബ് കോൺഷ്യസ് മൈൻഡിൽ അടിഞ്ഞുകൂടിയേക്കുന്ന എല്ലാ തരം ലിമിറ്റഡ് ബിലീഫ്സും അതുപോലെ മണി സംബന്ധമായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ആയിട്ടും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അക്യുമുലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും റിലീസായിട്ട് ഒരുപാട് സ്പേസസ് വേണം. ഈ സ്പേസ് വരുമ്പോൾ എന്ത് ചെയ്യും? ഒരുപാട് കാര്യങ്ങൾ വീണ്ടും പുതിയ പോസിബിലിറ്റീസ് വരും, പൈസ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ വരും, മനസ്സിലായി? ക്രിയേറ്റിവിറ്റി കൂടും, ഐഡിയാസ് കൂടും. അപ്പോൾ എന്തൊരു വ്യക്തി എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും പൈസ ഉണ്ടാക്കും.